ശാരദയ്ക്ക് എന്തൊരു ധൈര്യമാണ്! മുൻ കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IASുമായി നടത്തിയ അഭിമുഖം. മാഗസിൻ സമിതി. ചെറുതാണെങ്കിലും അർത്ഥദീർഘം എന്നാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശ്രീമതി ശാരദാ മുരളീധരൻ IASന്റെ കേരള ചീഫ് സെക്രട്ടറി കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായിരുന്നു ശ്രീമതി ശാരദാ മുരളീധരൻ IAS. അടുക്കളയിൽ നിന്നും അമരത്തേക്കുള്ള മലയാളി സ്ത്രീകളുടെ കുതിപ്പിനിടം നൽകിയ, അവരുടെ പരിണാമത്തിന് സാക്ഷ്യം വഹിച്ച കുടുംബശ്രീയോടൊപ്പമുള്ള പ്രയാണത്തെപ്പറ്റി. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിൽ ആരംഭിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 നിലവിൽ വന്ന കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഞാൻ ചുമതലയേൽക്കുന്നത് 2006 ശക്തമായി പ്രവർത്തിച്ചു പോന്നിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ആരോഗ്യകരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട്, എന്നാൽ അതിൻ്റെ ചുവട്ടിൽ പൂർണ്ണ വിധേയത്വത്തോടെ നിലനിൽക്കാതെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കുകയും അതുവഴി സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശ്യലക്ഷ്യം. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനപ്രദമാകാത്ത സബ്സിഡിയോ ചാരിറ്റിയോ അല്ല, ആത്മവിശ്വാസവും പ്രവർത്തനങ്ങളും ശാക്തീകരണവുമാണ് കുടുംബശ്രീ കാഴ്ചവെച്ചത്. സ്ത്രീകളുടെ ചിന്തകൾക്കും ചിന്തയില്ലായ്മകൾക്കും വരെ പ്രാധാന്യമുണ്ടായി. കുടുംബശ്രീ എന്ന പേരിനോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസവും കൂടി പറയട്ടെ. സ്ത്രീക്ക് സ്ത്രീയാകണമെങ്കിൽ പരമ്പരാഗത സങ്കല്പമായ കുടുംബം തന്നെ വേണമെന്നില്ല. കൂടുമ്പോൾ ഇമ്പമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ കുടുംബമായി മാറുകയാണിവിടെ. മാലിന്യമുക്തം നവകേരളത്തിലെ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിജയകരമാണ്. സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിൽ നേതാക്കളാകുന്ന പല സ്ത്രീകളും കുടുംബശ്രീയിൽ നിന്ന് കരുത്താർജിച്ചവരാണെന്നും കാണാം. നിഫ്റ്റ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ഡയറക്ടർ ജനറൽ കാലത്തെ അനുഭവങ്ങളും വ്യക്തിപരമായ പുതുമകളും, ഒപ്പം മുടിമുറിച്ച സ്ത്രീകളെ, 40കളിലും മുൻപോട്ടും സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ അന്യവത്കരിക്കുന്ന സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയുടെ തനതായ തുണിത്തരങ്ങളുടെ കസ്റ്റോഡിയനാണ് നിഫ്റ്റ് എന്ന് പറയാം. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഫാഷൻ സെൻസിലും സ്റ്റൈലിലുമെല്ലാം അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്വാധീനം ചെലുത്തുകയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ തുടർച്ചയാണ് നമ്മുടെ വേഷമെന്ന് പഠിക്കുകയും ചെയ്തു. ലേൺ ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ എവറിത്തിങ്. ചട്ടക്കൂടുകൾക്കപ്പുറത്തെ സൗന്ദര്യം കണ്ടെത്തുവാനും കഴിഞ്ഞു. ആൻഡ് എവറിബഡി ഹാസ് ദ റൈറ്റ് ടു ബി ബ്യൂട്ടിഫുൾ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി തുണിത്തരങ്ങളുടെയും ജുവലറിയുടെയും ഷോപ്പിങ്ങിന് പോയതും വേറിട്ട അനുഭവമായിരുന്നു. ശാരദയ്ക്ക് എന്തൊരു ധൈര്യമാണ്! സെക്രട്ടേറിയറ്റിൽ സ്ലീവ്ലെസ് ഇടാനെന്ന പറച്ചിൽ നിഫ്റ്റ് കാലത്തിന് ശേഷം കേട്ടിട്ടുണ്ട്. എൻ്റെ വസ്ത്രങ്ങൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിയാണ്. സ്ത്രീകളുടെ ശരീരത്തിനുമേൽ മറ്റാരുടെയും നിയന്ത്രണം ആവശ്യമില്ല. തീർച്ചയായും ഓഫീസുകളിലും ഔദ്യോഗിക ചടങ്ങുകളിലും നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും ഡ്രസ് കോഡുകളുമുണ്ട്. അവിടെ ഔചിത്യബോധം ഉണ്ടാകണം. എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഓഫീസിനുള്ളിലായി ഒതുങ്ങിപ്പോകേണ്ടതില്ല. കറുപ്പ് ഇന്നും ഭീകരതയുടെ, ഭയത്തിൻ്റെ, തിന്മയുടെ ഒക്കെ പര്യായമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് 8 മാസങ്ങൾ, പക്ഷേ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനൊരു കറുത്ത വനിതയായിരിക്കും എന്ന് പ്രഖ്യാപിച്ച താങ്കൾക്ക് തൊലിനിറത്തെ കള്ളികൾ തിരിച്ച് തൂക്കി നോക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇത്ര ഉന്നത തലത്തിലും കറുപ്പിൻ്റെ പ്രശ്നങ്ങളോ എന്ന് അതിശയിച്ചവരുണ്ട്. ഞാൻ ജനിച്ച സമയം മുതൽ എൻ്റെ സഹയാത്രികയാണ് കറുപ്പ്. അന്നു മുതൽ ദുരനുഭവങ്ങളുമുണ്ട്. കറുപ്പാണെങ്കിലെന്താ, ഐശ്വര്യമുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കറുപ്പേ എന്ന് ആർത്ത് വിളിച്ചവരുണ്ട്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ കറുപ്പിനെ ആഘോഷിക്കുന്നത് സന്തോഷമുണ്ടാക്കുന്നു. കറുപ്പിനോടുള്ള വെറുപ്പ് ദളിത്, ജാതി, ദ്രാവിഡ ഉച്ചനീചത്വങ്ങളോട് ഇഴുകിച്ചേർന്നതാണ്. സൗന്ദര്യത്തെ വെളുപ്പിനോട് കൂട്ടി വായിക്കാൻ മാത്രമേ നമുക്കറിയൂ എന്നത് പരിതാപകരമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. ബിക്കമിങ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി ഈസ് ക്രിട്ടിക്കൽ ഫോർ റെസ്പെക്റ്റിംഗ് ഹ്യൂമാനിറ്റി. 1990 സർവീസിൽ പ്രവേശിച്ച മാഡം നീണ്ട 35 വർഷങ്ങൾ ജനസേവനത്തിലായിരുന്നു. തൊഴിലിടങ്ങളിലെ ലിംഗസമത്വം അന്നും ഇന്നും എന്നതിനെപ്പറ്റി. എൻ്റെ IAS ബാച്ചിലെ ഏക സ്ത്രീ ഞാനായിരുന്നു. തൊട്ടു മുൻപുള്ള ബാച്ചിൽ സ്ത്രീകളെ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ സംഭാഷണങ്ങളിലെ ഇടപെടലുകളിലും വിവരലഭ്യതയിലും അദൃശ്യമായ എന്നാൽ ലിംഗാടിസ്ഥാനത്തിലുള്ള തടസ്സമുണ്ടായിരുന്നു. സ്ത്രീകളെ തന്നോട് സമാനമായതോ ഉയർന്നതോ ആയ സ്ഥാനങ്ങളിൽ സങ്കല്പിക്കാൻ കഴിയാത്ത പുരുഷന്മാരുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. സ്ത്രീകളുടെ കാര്യപ്രാപ്തിയിൽ സംശയമുള്ള, നമ്മുടെ ശബ്ദത്തെ വികാരപ്രകടനങ്ങളായി മാത്രം എണ്ണുന്ന ഒരു കൂട്ടരുണ്ട്.
അതേസമയം പുരുഷവത്കരണത്തിലാണ്ട് പുരുഷന്മാരെ പോലെ കനം കൂട്ടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്ന സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ വകവയ്ക്കാതിരുന്നൊരു കാലത്തു നിന്നും നാം ഏറെ മുന്നേറിയിട്ടുണ്ട്. സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് കടന്നു വരികയും സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങളിൽ പലതിലും വേണ്ട മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്താൽ സ്ഥിതി ഇനിയും മെച്ചപ്പെടും. സൂപ്പർ വുമൻ വിശേഷണങ്ങൾക്കപ്പുറം ബാലൻസിംഗ് പ്രൊഫഷൻ ആൻഡ് ഫാമിലി ലൈഫ് എന്നതിനെയും എങ്ങനെ വീടും ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തെയും മാഡം എങ്ങനെയാണ് അഭിമുഖീകരിച്ചു പോരുന്നത്? സ്ത്രീകളോട് മാത്രം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് തന്നെ അറിയാം പുരുഷന്മാരല്ല വീട് ചുമക്കുന്നതെന്ന്. ഉത്തരവാദിത്വങ്ങൾ കൂടി പരസ്പരം പങ്കുവയ്ക്കണമെന്ന ബോധം മലയാളി കുടുംബങ്ങളിലേക്ക് കടക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരിക്കൽ കുടുംബശ്രീയിൽ തന്നെ ഒരു പുരുഷ ഓഫീസർ പറയുന്നത് കേട്ടു, ഭാര്യ വീട്ടിലെ പണികളെല്ലാം എടുക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടത്ര സമയം ജോലിക്ക് വേണ്ടി മാറ്റിവെക്കാം. എൻ്റെ ചോദ്യങ്ങൾ ഇവയാണ്: ഈസ് ദിസ് സംതിങ് ഷീ സൈൻഡ് ഇൻ ഫോർ? ഈസ് ദിസ് സംതിങ് ഷീ ഈസ് പെയ്ഡ് ഫോർ? ഈസ് ദിസ് വാട്ട് ഷീ വാണ്ട്സ്? എൻ്റെ വീട്ടിലെ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പാചകം അറിയില്ല. എൻ്റെ മകനും മകളും നന്നായി പാചകം ചെയ്യും. ദീസ് ആർ ബേസിക് ലൈഫ് സ്കിൽസ്, നോട്ട് ജെൻഡർ റോൾസ് എന്നവർക്കറിയാം. വീടുകളും വിദ്യാലയങ്ങളിലും ഈ ചിന്ത മുളയ്ക്കണം. കരിക്കുലത്തിലും ഉൾപ്പെടുത്തണം. പഠിപ്പിക്കുന്നവർ കൂടി ബോധവാന്മാരാകണം. 10 വർഷങ്ങൾക്ക് മുൻപ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മലയാള സിനിമ ഉണ്ടാകില്ലായിരുന്നു. മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. ഇവയൊക്കെ തിരിച്ചറിയുന്ന പുരുഷന്മാർ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. എല്ലാവരുമല്ല, എന്നാലും ആ സംഖ്യ വളരുന്നത് പ്രാധാന്യമർഹിക്കുന്നു. കേരളം ഒട്ടേറെ കാര്യങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ മികച്ചു നിൽക്കുന്നു. കേരള മോഡലുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇനിയുമേറെ മെച്ചപ്പെടുത്താനുണ്ടെന്ന് താങ്കൾ കരുതുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിഭവ ക്രമീകരണം മെച്ചപ്പെടുത്തി ഒപ്റ്റിമൽ മോഡലുകളായി പ്രവർത്തിക്കണം. മിഡിൽ ഇൻകം രാജ്യത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന കേരളം ഇന്നും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. വെൽഫെയറിസ്റ്റ്. ഇത് ക്യാപ്പബിലിറ്റി മെൻറ്റാലിറ്റിക്ക് വഴിമാറണം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ ഭയപ്പാടോടെ കാണാതെ സാധ്യതകൾ കണ്ടെത്തുക. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിലനിൽക്കുന്ന നിർമ്മിത ബുദ്ധിയെ നമ്മുടെ വരുതിയിലാക്കുക. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കുടുംബങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രോത്ത് വിത്ത് ഇക്വാളിറ്റി എന്നത് നടപ്പിലാക്കണം. നമ്മൾ മുൻപേ തന്നെ മറികടന്ന ദാരിദ്ര്യത്തിൻ്റെ കെട്ട് പൊട്ടുകയും ചെയ്യരുത്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലിയ രീതിയിൽ നടപ്പിലാകുന്ന കേരളത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകീകരണം ഇനിയും ശക്തമാകണം. കേരളത്തിന് ആവശ്യമുള്ളത് ഏതുതരം ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ആക്ഷൻ റിസർച്ചുകൾക്കും ടെസ്റ്റിങ്ങുകൾക്കും സാധ്യത നിലനിൽക്കുന്നിടം കൂടിയാണ് കേരളം. വലിയ വെല്ലുവിളിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മരുന്നുകളെ പിടിച്ചുകെട്ടണം. കേരളം ലഹരിപ്പടയുടെ ആകർഷണ കേന്ദ്രമാക്കിക്കൂടാ. മാറുന്ന ഡെമോഗ്രഫിയുടെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യ വിട്ടുപോകുന്ന യുവജനതയെ തിരിച്ചറിഞ്ഞ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാതെ അവർക്കിവിടെ തൊഴിൽ ചെയ്ത് സ്ഥിതി സമത്വത്തോടെ ജീവിക്കാനാകണം. മറുഭാഗത്ത് യുവാക്കൾ കുറയുന്നു. ഉള്ളവരിൽ ഒരു ഭാഗം കേരളം വിട്ട് ഇന്ത്യ വിട്ട് മറ്റിടങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നു. അവരെ ആകർഷിക്കാനും പിടിച്ചു നിർത്താനും കഴിയണം. സിവിൽ സർവീസ് എന്ന തിരഞ്ഞെടുക്കൽ പ്രചോദനങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സിവിൽ സർവീസ് പരിശീലനവും ഭ്രമവും. എനിക്ക് വലിയ താല്പര്യമില്ലാതെയാണ് സിവിൽ സർവീസിലെത്തിയതും ആദ്യത്തെ കുറച്ചു കാലം കഴിച്ചതും. 10ലും പ്രീ ഡിഗ്രിയിലും റാങ്ക് ഉണ്ടായിരുന്ന എനിക്ക് മെഡിക്കൽ എൻട്രൻസിൽ സംസ്ഥാനത്തെ 12ാം റാങ്കുകാരിയാകാനും കഴിഞ്ഞു. എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തോടായിരുന്നു താല്പര്യം. സിവിൽ സർവീസിന് ഒരു വട്ടമെങ്കിലും ശ്രമിക്കാമെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. PSC വഴിയുള്ള അധ്യാപക നിയമനം അന്ന് മന്ദഗതിയിലായിരുന്നതിനാലും പണമടച്ച് ജോലി നേടാൻ ആഗ്രഹമില്ലാഞ്ഞതിനാലും UPSCക്ക് പഠിക്കാൻ ആരംഭിച്ചു. വിമൻസ് കോളേജിലെ NCC അനുഭവങ്ങളും ചർച്ചകളും ഇൻഡോ കനേഡിയൻ പ്രോഗ്രാമുമെല്ലാം എന്നെ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കാൻ പഠിപ്പിച്ചു. സമൂഹത്തിൽ എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യണമെന്ന് തോന്നി. എന്നാൽ 1990-ൽ സർവീസിൽ പ്രവേശിച്ച് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ഭീകരത മടുപ്പുണ്ടാക്കി. എന്നാൽ കാലം അതിനെ തിരുത്തി. 35 വർഷങ്ങൾ സേവനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന സിവിൽ സർവീസ് ഭ്രമത്തെപ്പറ്റി പറയാനാണെങ്കിൽ 21ാം വയസ്സിലോ അത് കഴിഞ്ഞോ UPSC എഴുതണോ എന്നത് വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ ഡോക്ടർ, എഞ്ചിനീയർ, സിവിൽ സർവൻ്റ് എന്നിങ്ങനെ കുട്ടികളെ ഒതുക്കി തീർക്കരുത്. കഴിവുകളും സാധ്യതകളും അനന്തമാണ്. ഖലീൽ ജിബ്രാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ഓൺ. പ്രതാപവും പ്രശസ്തിയുമല്ല, സംതൃപ്തമായൊരു ജീവിതമാണ് മക്കൾക്ക് വേണ്ടി നാം സ്വപ്നം കാണേണ്ടത്. എൻ്റെ മകൾ കണ്ടംപററി ഡാൻസറും മകൻ കോമിക് ആർട്ടിസ്റ്റും ഗ്രാഫിക് ഡിസൈനറുമാണ്.
തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയത്തെപ്പറ്റി. അച്ചടക്കത്തിൻ്റെ കെട്ടുപാടുകളുള്ള സ്കൂളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമായ കോളേജിലേക്കുള്ള വരവ് തന്നെ ഗംഭീരമായിരുന്നു. സ്വാതന്ത്ര്യങ്ങളും വൈവിധ്യങ്ങളും രുചിച്ചു. NCC, നാടകാഭിനയം, അധ്യാപകർ, സുഹൃത്തുക്കൾ, അസംബ്ലി ഹാളിൽ ഉണ്ടായിരുന്ന ഗ്രാൻഡ് പിയാനോ എന്നിവയൊക്കെ മധുരമുള്ള ഓർമ്മകളാണ്. പെൺകുട്ടി ആയതുകൊണ്ട് ഉള്ളിൽ ഒളിപ്പിക്കേണ്ടി വന്ന പലതിനെയും തുറന്നുവിടാൻ കഴിഞ്ഞ പെണ്ണിടമാണത്. എന്നും വനിതാ കലാലയത്തിൻ്റെ പെൺമക്കൾ തൻ്റേടുകളാണ്. ഭാവി പരിപാടികൾ. സർവീസ് അനുഭവങ്ങൾ എഴുതണം, പ്രത്യേകിച്ചും കുടുംബശ്രീ അനുഭവങ്ങൾ. കവിത എഴുത്തെന്ന പണ്ടത്തെ ഇഷ്ടത്തെ തിരികെ പിടിക്കണം. ഫ്രഞ്ച് ഭാഷാ പഠനം തുടരണം, എഴുതണം. സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കോഴ്സുകൾ ആരംഭിക്കുന്നത് കൂടി ആലോചനയിലുണ്ട്.